എല്ലാവരും എന്നെ കളിയാക്കുവാണല്ലോ. എപ്പോഴും ഈ ഒരു കോസ്റ്റ്യൂം തന്നെയാണെന്നും പറഞ്ഞ്. എന്ത് ചെയ്യാനാ, ഈ ഒരു കോസ്റ്റ്യൂം ഇട്ട് അങ്ങ് ശീലമായി പോയി. അതുപോലെ തന്നെ ഈ ഒരു കോസ്റ്റ്യൂം ഇട്ട് കളിക്കുമ്പോൾ എനിക്ക് ഡബിൾ കോൺഫിഡൻസാ. എല്ലാവരെയും വൈപ്പ് ചെയ്യാനൊക്കെ തോന്നും. അടിപൊളിയായിട്ട് ഞാൻ കളിക്കും ഈ ഒരു കോസ്റ്റ്യൂമില്. പണ്ട് തൊട്ടേ ഈ ഒരു കോസ്റ്റ്യൂമിലാണ് ഞാൻ കളിക്കുന്നേ. അതുകൊണ്ട് തന്നെ മാറ്റിക്കഴിഞ്ഞാൽ എങ്ങനെ കളിക്കുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഒന്ന് മാറ്റിയേക്കാം. എല്ലാവരും എന്നെ കളിയാക്കിയതല്ലേ ഈ ഒരു കോസ്റ്റ്യൂം മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചിട്ട്. എന്തായാലും അവർക്ക് വേണ്ടിയെങ്കിലും ഒന്ന് മാറ്റി നോക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ക്യാരക്ടറും മാറ്റിയിട്ട് ഒരു നൂബിനെ പോലെ കളിച്ചാലോ? അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ആദവനെ ഇട്ടൊന്ന് നൂബിനെ പോലെ കളിച്ചു നോക്കാം. അല്ലെങ്കിൽ വേണ്ട, എല്ലാവരെയും പറ്റിക്കാം. നൂബായിട്ട് കളിച്ച് എല്ലാവരെയും ഒന്ന് പറ്റിച്ചു നോക്കാം. അത് മതി. ആദവനെ ഇട്ടിട്ട് എല്ലാവരെയും ഒന്ന് പറ്റിച്ചു നോക്കാം. നൂബായിട്ട് അങ്ങ് കളിക്കാം. ആദം എവിടെ? ആദം സെറ്റ്, കോസ്റ്റ്യൂമും സെറ്റ്. ഇത് തന്നെ മതി. ഇതാകുമ്പം ആരായാലും ഒന്ന് നൂബേന്നൊന്ന് വിളിച്ചു പോകും. ഇത് കണ്ടിട്ട് ഇനി നൂബേന്ന് വിളിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അമ്മാതിരി കോസ്റ്റ്യൂം അല്ലേ ഞാൻ ഇട്ട് വെച്ചേക്കുന്നേ. ഇനി ഈ ഗണ്ണും കൂടെ ഒന്ന് മാറ്റിയാലോ? MP40 ലോബിയിൽ നിന്നൊന്ന് മാറ്റിയേക്കാം. അല്ലെങ്കിൽ MP40 മാറ്റണോ? മാറ്റിയേക്കാം അല്ലേ? മാറ്റിയേക്കാം. എന്തായാലും നൂബായതല്ലേ, അപ്പം ഫുള്ളായിട്ട് അങ്ങ് നൂബായിട്ട് ഇരുന്നോട്ടെ. ആരെങ്കിലും ഇനി ലോബി വന്നിട്ട് MP40 കണ്ടിട്ട് പ്രോ ആണെന്നൊന്നും പറയണ്ടല്ലോ. മൊത്തത്തിൽ അങ്ങ് മാറ്റിയേക്കാം. മൊത്തത്തിൽ അടിമുടി ഒരു നൂബിനെ പോലെ അങ്ങ് ആക്കിയേക്കാം. ഇപ്പോഴാ കറക്റ്റ് നൂബായത്. ഇനി ആരെങ്കിലും ഒരാളെ വിളിച്ച് പറ്റിച്ചാലോ? ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആരെങ്കിലും ഒരാളെ ഒന്ന് വിളിച്ച് പറ്റിച്ചു നോക്കിയാലോ? അല്ലെങ്കിൽ വേണ്ട, ഒരു മാച്ച് അങ്ങ് പോകാം. ഏതെങ്കിലും ബംഗാളികളെ പറ്റിക്കാം. ക്ലാഷ് കോഡ് നോർമൽ എടുത്താൽ മതി. നോർമലിലാകുമ്പോൾ കുറെ ബംഗാളികൾ വരും. അവന്മാരാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അടിപൊളിയായിരിക്കും. അവന്മാരാകുമ്പോൾ ഹിന്ദിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് തന്നെ മതി. ഇതാവും നല്ലത്. അവന്മാരുടെ ടീമിലൊക്കെ ഒരു നൂബ് വന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ അപ്പോൾ തന്നെ തുടങ്ങും. എന്തായാലും മൈക്കൊന്നും ഓണാക്കണ്ട. മൈക്കൊന്നും ഓണാക്കാതെ നൂബിനെ പോലെ കളിച്ചാൽ മതി. അവന്മാരെന്തെങ്കിലുമൊക്കെ പറയും. അതൊക്കെ കേട്ടോണ്ടിരിക്കാം. അതല്ലേ അതിന്റെ ഒരു രസം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അല്ലേ? ഏതെങ്കിലുമൊക്കെ ബംഗാളി വന്നാൽ മതിയായിരുന്നു. ദൈവമേ, ഇപ്പോഴും ഏതോ കാട്ടു ബംഗാളിയാണല്ലോ വന്നേക്കുന്നേ. ഒറ്റയ്ക്ക് സ്റ്റാർട്ട് ചെയ്യണ്ടായിരുന്നു. ആരെങ്കിലും ഫ്രണ്ട്സിനെ വിളിച്ച് സ്റ്റാർട്ട് ചെയ്താൽ മതിയായിരുന്നു. ഇവൻ ബംഗാളി അല്ലല്ലോ, മലയാളിയാണല്ലോ. ഞാൻ വിചാരിച്ചു വല്ല ബംഗാളികൾ വരുമെന്നാ. ഇപ്പൊ എന്തായാലും മലയാളി വന്നില്ലേ. എന്തായാലും ഇവനെ അങ്ങ് പറ്റിച്ചേക്കാം. അരേ ബായ്, ഒന്ന് വന്ന് സപ്പോർട്ട് ചെയ്യ് ബായ്. എന്തുവാ ബായ് ഇങ്ങനെ പന്ന പരിപാടി കാണിക്കുന്നേ? എനിക്കാണെങ്കിൽ ഹിന്ദി അറിയില്ല. ഇവന്മാരെയൊക്കെ എങ്ങനെ ഒന്ന് മനസ്സിലാക്കുന്നേ? ഇവന് ഹിന്ദി അറിയില്ലേ? എങ്കിൽ കോമഡി ആയിരിക്കും. അവനിപ്പോൾ ഞാൻ ബംഗാളിയാണെന്നും പറഞ്ഞിരിക്കുക. എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന് കണ്ടറിയാം. ഞാൻ എന്തായാലും ഒരു നൂബിനെ പോലെ തന്നെ അങ്ങ് കളിക്കാം. അവന്മാരൊക്കെ പോയി പടമാവട്ടെ, എന്നിട്ട് ഞാൻ ഇറങ്ങി കളിക്കാം. അതും നൂബിനെ പോലെ. അത് മതി. ഞാൻ നൂബാണെന്ന് അവന്റെ വിചാരം. എന്തായാലും നൂബിനെ പോലെ തന്നെ അങ്ങ് കളിച്ചാ മതി. എടാ ബംഗാളി, ഒന്ന് വന്ന് സപ്പോർട്ട് ചെയ്യടാ. ഞാൻ മാത്രമേ ഉള്ളടാ. എല്ലാരും പടമായടാ. ഒന്ന് വന്ന് സപ്പോർട്ട് ചെയ്യടാ. എടാ നൂബേ, എടാ ഇവനെ എങ്ങനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നേ? അരേ ബായ്, ഒന്ന് സപ്പോർട്ട് ചെയ്യ് ബായ്. അരേ കാട്ടു നൂബ് ബായ്, ബായ് ഒന്ന് വന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ആടാ, ഇപ്പൊ തന്നെ സപ്പോർട്ട് ചെയ്യാം. കാട്ടു നൂബ് എന്നൊക്കെയാണല്ലോ എന്നെ വിളിക്കുന്നവൻ. എന്തൊക്കെ പേരാണോ എന്തോ. എന്തെങ്കിലും ആവട്ടെ. അരേ ബായ്, ഒന്ന് വന്ന് റിവൈവ് ചെയ്യ് ബായ്. എല്ലാ എണ്ണം പടവുമായി, എല്ലാ എണ്ണം നോക്കുവായി. ഈ പട്ടി ബംഗാളിയൊക്കെ എവിടുന്നാണോ കെട്ടിയെടുത്തോണ്ട് വന്നേക്കുന്നേ? അവന്റെ കളിക്കുന്ന കണ്ടില്ലേ? എടാ നൂബേ, ഇവനെയൊക്കെ എന്തോ ചെയ്യാനാ? ഇപ്പൊ എന്നെ ഇവൻ പട്ടി ബംഗാളിയാക്കിയോ? കുറച്ചു മുന്നേ കാട്ടുനൂപെന്നൊക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നേ. ഇപ്പൊ എന്നെ പട്ടി ബംഗാളി വരെ ആക്കിയോ? എന്തൊക്കെ പേരാ. പട്ടി ബംഗാളി, കാട്ടുനൂവ്. ഇനി എന്തൊക്കെ കേൾക്കാനിരിക്കുന്നു. എടാ ബംഗാളി, നീ എന്തോ കാണിക്കുവാടാ? രണ്ട് എനിമിയല്ലേ നിക്കുന്നേ. അവന്മാരെ അടിയടാ. എടാ ഇവനെന്തോ സാറ്റ് കളിക്കുവാണോ? എടാ മണ്ട, ഇത് സാറ്റ് കളിയല്ല, ഇത് ഫ്രീ ഫയറാ. ഒന്ന് അടിയടാ. ഇവനും പടമായല്ലോ. എന്ത് കളിയാണോ ഇവൻ കളിക്കുന്നേ? അങ്ങനെ ആദ്യത്തെ റൗണ്ട് വളരെ മനോഹരമായിട്ട് തന്നെ അങ്ങ് പൊട്ടിച്ചു കൊടുത്തു. അടുത്ത റൗണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു റൗണ്ട് മുഴുവനും കിടന്നുകൊണ്ട് കളിക്കാം. കിടന്നുകൊണ്ട് കളിക്കുമ്പോൾ അവന്റെ റിയാക്ഷൻ എന്താണെന്നൊന്ന് നോക്കട്ടെ. ഈ പട്ടി ബംഗാളി എന്തോ കാണിക്കുവാ. നീ എന്തിനാടാ എഴഞ്ഞു പോന്നേ? ഇങ്ങനെയൊന്നും അല്ലടാ കളിക്കണ്ടേ.
എടാ ഇവൻ എന്തോ കൂടിയ സാധനം അടിച്ചിട്ടാന്ന് തോന്നുന്നു കളിക്കുന്നേ. കഴിഞ്ഞ കളിയിൽ ഇരുന്നോണ്ട് കളിച്ചു, ഈ ഒരു കളിയിൽ കിടന്നോണ്ട് കളിക്കുന്നു. എടാ നൂബേ, ബംഗാളിയായി പോയി, ഒന്നും പറഞ്ഞാ മനസ്സിലാവത്തുമില്ല അവന്. എടാ നൂബേ, നീ എന്തോ കാണിക്കുവാ? അരെ ബായ് ബായ് സാബ് സാലേ. ചീത്ത വിളിക്കുന്ന എങ്ങനെയാന്ന് വെച്ചിട്ടാ വിളിക്കാത്തെ. എടാ എന്തോ കളിയാണോ എന്തോ. എടാ ബംഗാളി, ഈ റൗണ്ടെങ്കിലും നേരെ ചൊവ്വയൊന്ന് കളിക്കണേടാ. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ഇവൻ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? ഏതാണോ ഈ പട്ടി ബംഗാളി, ഇവനൊന്നും കളിക്കാനും അറിയത്തില്ല, രാവിലെ തന്നെ ഇറങ്ങിക്കോളും ഫ്രീ ഫയർ എടുത്തോണ്ട്. ദേ വീണ്ടും പട്ടി ബംഗാളി എന്നൊക്കെ വിളിക്കുന്നു. ഇതെന്തായാലും കൊള്ളാം, ഈ ഒരു പേരെന്തായാലും കൊള്ളാം, പട്ടി ബംഗാളി. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. സാധാരണ എല്ലാരും നൂബേന്നാ വിളിക്കാറ്, ഇവനെന്താണാവോ പട്ടി ബംഗാളി എന്ന് വിളിക്കുന്നേ? എന്തെങ്കിലും ആവട്ടെ, അടിപൊളിയായിട്ടുണ്ട് ആ ഒരു പേര്, പട്ടി ബംഗാളി. എല്ലാരും കൂടി എന്നെ പട്ടി ബംഗാളി വരെ ആക്കി. ഈ റൗണ്ടും എന്തായാലും നൂബിനെ പോലെ കളിക്കാം. ഇവിടെ ഒന്നും എനിമീസ് ഒന്നും വന്നിട്ടില്ല ഇതുവരെ. അതെ, പറഞ്ഞതേ ഉള്ളൂ, വന്നു. പടമായിട്ടുണ്ട്. എന്തായാലും ചെക്കന് ദേഷ്യമാവുന്ന ഉറപ്പായി. ബംഗാളി സീനാണല്ലോ, നല്ല അക്കൗണ്ട് ആണെന്ന് തോന്നുന്നു, എല്ലാ ഇമോട്ടും ഉണ്ടല്ലോ, അടിപൊളി. അപ്പൊ ഇത്രയും നേരം ഇവൻ പറ്റിക്കുവായിരുന്നോ? അരെ ബായ്, ബിഗ് ഫാൻ ബായ്, സെറ്റ് അക്കൗണ്ട് ആണല്ലോ ഇവന്റെ. ഇത്രയും നേരം ഇവനെയാണോ കളിയാക്കിയത്? ഹലോ ബായ്, ഫ്രണ്ട് ആക്കോ ബായ്? ഒന്ന് ഫ്രണ്ട് ആക്കിയായിരുന്നെങ്കി. 76 ലെവലൊക്കെ ഉണ്ടല്ലോ അക്കൗണ്ടിന്. എന്റെ മോനെ, സീൻ അക്കൗണ്ട് ആണല്ലോ. ഇത്രയും നേരം ഇവനെയാ ഞാൻ കളിയാക്കി വിട്ടത്. എന്നാലും ഈ ബംഗാളി ഇത്രയും നേരം എന്നെ പറ്റിക്കുമായിരുന്നോ? അരെ ബായ്, ഒന്ന് ഫ്രണ്ട് ആക്കോ ബായ്? ആവശ്യമുള്ളപ്പോ വായി ഹിന്ദി ഒന്നും വരുത്തുമില്ല. ഹിന്ദി അറിയത്തില്ല, അത് വേറെ കാര്യം. എങ്ങനെയെങ്കിലും ഒന്ന് ഫ്രണ്ട് ആക്കിയാലേ പറ്റൂ. അരെ ബായ്, ഒന്ന് ഫ്രണ്ട് ആക്കു ബായ്. സെക്കൻഡ് ലേറ്റ് ഒക്കെ ഉണ്ടോ ഈ അക്കൗണ്ടില്? എന്റെ മോനെ സീൻ. എന്റെ മോനെ, കുറെ ഇമോഗൺസ് ഒക്കെ ഉണ്ടെന്നാ തോന്നുന്നേ, കുറെ ഇമോട്ടൊക്കെ ഇടുന്നുണ്ടല്ലോ. ഈ ഒരു കോസ്റ്റ്യൂം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അരെ ബായ്, ഒന്ന് ഫ്രണ്ട് ആക്കൂ ബായ്, പ്ലീസ് ബായ്, ഒന്ന് ഫ്രണ്ട് ആക്കുവോ? പിന്നെന്താ ബായ്, ഫ്രണ്ട് ആക്കാലോ. ഒന്നും കൂടി ഒന്ന് ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ടേ. ഇത് മലയാളിയായിരുന്നോ? ഹലോ ബ്രോ, നിങ്ങളപ്പോ മലയാളിയായിരുന്നോ? അപ്പൊ ബ്രോ എന്നെ ഇത്രയും നേരം പറ്റിക്കുമായിരുന്നോ? ഞാൻ വിചാരിച്ചു ബംഗാളി ആയിരിക്കുമെന്ന്. സോറി ബ്രോ, പട്ടി ബംഗാളി എന്നൊക്കെ വിളിച്ചായിരുന്നു. പട്ടി ബംഗാളി, നൂബെ എന്നൊക്കെ വിളിച്ച് കളിയാക്കി ബ്രോ, സോറി കേട്ടോ. എടാ അതൊന്നും സീനില്ല, ഞാൻ എന്തായാലും ഒരു നൂബ് പ്രാങ്ക് ചെയ്യാൻ ഇറങ്ങിയതാ. അപ്പോഴല്ലേ ആ ഒരു മാച്ചിൽ നീ വന്നത്. പിന്നെ മൈക്കൊന്നും ഓണാക്കാൻ പോയില്ല. എന്തൊക്കെയാടാ പറഞ്ഞത്? പട്ടി ബംഗാളി, കാട്ടുരൂപോ, എന്തൊക്കെയോ പറഞ്ഞല്ലോടാ നീ. ഞാൻ എന്തായാലും ബംഗാളികളെ പ്രാങ്ക് ചെയ്യാൻ ഇറങ്ങിയതാ, അപ്പോഴല്ലേ നീ വന്നേ. എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതെ ബ്രോ, അടിപൊളിയായിരുന്നു.